ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിശ്ചയമായും ദൈവം നമ്മളോട് സംസാരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു എന്നോട് ഇന്ന് ദൈവം സംസാരിക്കും? എന്റെ ഒരു വിഷയം ഇന്ന് ദൈവം എടുത്ത എന്നോട് സംസാരിച്ച് എനിക്ക് ഇന്ന് വിടുതൽ നൽകുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു സാധാരണ ഞായറാഴ്ചക്കാൾ അപ്പുറമായി ഇന്ന് ദൈവത്തിന്റെ വിടുതൽ നടക്കുന്ന ദിവസമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ദൈവാത്മാവ് എന്നിൽ ശക്തീകരിച്ച ദൈവകൃപയെ ഓർക്കുമ്പോൾ ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു വലിയ വിടുതൽ ദൈവമൊക്കെ ആവശ്യമാണ്. അത് ദൈവം തരുവാൻ നിശ്ചയമായും ഇന്ന് തയ്യാറായിട്ടിരിക്കുകയാണ്. ജ്ഞാനപൂർവ്വം ഇന്ന് ആയിരിക്കുന്നുവെങ്കിൽ, ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് പ്രസരിക്കുക തന്നെ ചെയ്യും. 2 തിരുവചന ഭാഗങ്ങൾ വായിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം. ജോബ് ചാപ്റ്റർ 31 വേഴ്സ് 35. അയ്യോ, എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇതാ എന്റെ ഒപ്പ് സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. എന്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ഒരു വാക്യം കൂടെ വായിക്കണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. 1 Kings chapter 5 verse 4. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല. എന്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. സ്തോത്രം. നമ്മൾ വായിച്ച 2 തിരുവചന ഭാഗങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. ഇയ്യോബ് പറയുകയാണ്, എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇതാ എന്റെ ഒപ്പ്, ഞാൻ ഒപ്പിടാൻ പോവുക. എന്താ വിഷയം? സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ. എന്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ഇയ്യോബ് പറയാണ്, എനിക്കൊരു പ്രതിയോഗിയുണ്ട്. ആ പ്രതിയോഗി ഒരു അന്യായമായ രേഖ എഴുതി വെച്ചിട്ടുണ്ട്. അത് കിട്ടിയതിൽ എനിക്ക് അറിയാമായിരുന്നു എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. ഒന്ന് ഓർത്തു നോക്കുക, നമുക്കെതിരെ ഒരു പ്രതിയോഗിയുണ്ട്. ആ പ്രതിയോഗി ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമൊന്നുമല്ല എഴുതി, നോട്ട് ഗുഡ് തിങ്സ്. നമ്മളെ കുറിച്ചുള്ള ബാഡ് തിങ്സ് എഴുതിയിരിക്കുന്നത്. അത് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് പ്രതിയോഗി എഴുതി വെച്ചിരിക്കുന്ന രേഖ നമ്മൾ വായിക്കാൻ പോകുക. അത് വായിച്ചിട്ട് അതിനൊന്ന് ക്യാൻസൽ ചെയ്യാൻ പോകുക. അതിൽ നിന്ന് നമുക്കൊരു മോഡൽ ലഭിക്കണം. 2ാമത് വായിച്ച വാക്യത്തിൽ നമ്മൾ കാണുന്നത് അതിനെ സംബന്ധിച്ച് പറയുന്നത്, ഇപ്പോ എനിക്ക് വിഘ്നമോ പ്രതിയോഗിയോ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന 2 കാര്യമുണ്ട്. പ്രതിയോഗി നമുക്കുണ്ട്, എന്നാൽ എന്റെ ദൈവം പ്രതിയോഗിയെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ജയം പ്രാപിക്കും. ഇന്ന് നമുക്കെതിരെ നിൽക്കുന്ന പ്രതിയോഗിയിൽ നിന്ന് ഒരു ജയം പ്രാപിക്കാൻ പോകുകയാണ്. വിശ്വാസത്തോടെ, കർത്താവേ, എന്റെ പ്രതിയോഗിയിൽ നിന്ന് എനിക്കൊരു ജയം വേണം, എന്റെ പ്രതിയോഗിയിൽ നിന്ന് എനിക്കൊരു ജയം വേണം. ഇവിടെ പറയുകയാണ്, സ്വസ്ഥത നഷ്ടപ്പെടും പ്രതിയോഗിയുണ്ട്. ലക്ഷണം പറയാം. അവിടെ പറഞ്ഞ വാക്യത്തിൽ അതാ, സ്വസ്ഥത കിട്ടുന്നില്ല. ദൈവമൊക്കെ സ്വസ്ഥത അനുഭവിക്കേണ്ടവരാ, നിത്യം സ്വസ്ഥത അനുഭവിക്കേണ്ടവരാ. എന്നാൽ ചില ദിവസം അങ്ങ് ഓഫായി പോവുക, സ്വസ്ഥതയില്ലെന്നേ. എന്താ പറഞ്ഞൂടാ, ഒരു ഓഫായി പോയിരിക്കുക, ഒരു സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുക. കാരണം എന്താ? നിനക്കൊരു പ്രതിയോഗിയുണ്ട്. പിന്നെ ഒന്ന് പറയുന്നത്, പ്രതിയോഗി ഉണ്ടെങ്കിൽ വിഘ്നം സംഭവിക്കും, തടസ്സം സംഭവിക്കും, കാര്യങ്ങൾ സ്മൂത്തായി പോകുന്നില്ല, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഇങ്ങനെ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറക്കണ്ട, നിനക്കൊരു പ്രതിയോഗി നിൽക്കുന്നുണ്ട്. പ്രതിയോഗി ചിലത് എഴുതി വെച്ചിരിക്കുകയാണ്. എഴുതി വെച്ചിരിക്കുന്ന രേഖയിൽ നിനക്ക് അനുകൂലമല്ല, അന്യായമായ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്ന് അതിൽ നിന്ന് ജയം പ്രാപിച്ചാൽ നിനക്ക് പിന്നെ ഒരു പ്രതിയോഗിയില്ല. ജയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു പ്രതിയോഗിയില്ല, ഒരു വിഘ്നമില്ല, ഒരു വിഘ്നമില്ല. പിന്നെ നിനക്ക് ചുറ്റും സ്വസ്ഥതയാ. നീ സ്വസ്ഥത അനുഭവിക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് സ്വസ്ഥത വേണം. എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളൊന്ന് മാറണം, എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറണം. എനിക്ക് സമാധാനത്തോടെ എൻ്റെ ശിഷ്ടായുസ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് വിടുതലിന്റെ സന്ദേശം കേൾക്കണം. അന്യായ രേഖ ഇയ്യോബിന് വിരോധമായി പ്രതിയോഗി എഴുതി വെച്ചപ്പോ 4 കാര്യങ്ങൾ നടന്നു. ഒന്ന്, അവന്റെ സമ്പത്ത് മുഴുവൻ കത്തിപ്പോയി. എന്താ അന്യായ രേഖയിൽ എഴുതി വെച്ചത്? നല്ല കാര്യമൊന്നുമല്ല. സമ്പത്തിന് നേരെ അന്യായമായ ചിലത് എഴുതി വെച്ചിരിക്കുക. സമ്പത്ത് നശിച്ചു പോകാൻ തീ വീണ് സകലവും നശിച്ചു പോകുക. 2, തലമുറയ്ക്കെതിരായി അന്യായ രേഖയിൽ എഴുതി വെച്ചു. തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ അതിനെ പെട്ടിയിൽ അടയ്ക്കുവാൻ അന്യായ രേഖ. ഒന്ന് ഓർത്തു നോക്കിയേ, തലമുറ ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട് അവരൊരു നന്മ അനുഭവിക്കുന്നു വിചാരിക്കുമ്പോൾ അതിനെതിരെ അന്യായ രേഖ എഴുതി വെച്ചിരിക്കുക. ആരാ? പ്രതിയോഗി. ഇനി ഒന്നുകൂടെ ഓർത്തു നോക്കിയ, വീട്ടിനകത്ത് സ്വസ്ഥത കളയുന്ന അന്യായ രേഖ. 3ാമത്തെ കാര്യം, ഭാര്യ വരെ പറഞ്ഞു ഈ വിഷയം കൊണ്ട് പോയിട്ട് കാര്യമില്ല. എങ്ങനെ തള്ളി പറഞ്ഞോ?
വീട്ടിനകത്ത് ഐക്യം നഷ്ടപ്പെട്ടു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ വരികയാ. സമാധാനം പോയി, സ്വസ്ഥത പോയി, അഭിപ്രായ ഐക്യം നഷ്ടപ്പെട്ടു. വീട്ടിനകത്ത് പ്രതിസന്ധി വന്നിരിക്കുക. അന്യായ രേഖയുടെ മൂന്നാമത്തെ ഘട്ടം നോക്കുക. കുടുംബത്തെ തകർക്കാനാണ് അന്യായ രേഖയിൽ എഴുതിയിരിക്കുന്ന മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം നമുക്കറിയാം, ഇയ്യോബിന്റെ ആരോഗ്യത്തിനെതിരെയാ. ദൈവമക്കളെ, ഈ പ്രതിയോഗി ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഒരു അന്യായ രേഖ മതി. ആ അന്യായ രേഖ മൂലം നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ 4 ആണ്. 1 നമ്മുടെ സമ്പത്ത്, 2 നമ്മുടെ തലമുറ, 3 നമ്മുടെ കുടുംബം, 4 നമ്മുടെ ആരോഗ്യം. ഇതിനെതിരായി നിൽക്കുന്ന ഒരു പ്രതിയോഗിയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവമേ, ഇതിന് എനിക്കൊരു ജയം വേണമെന്ന് വിശ്വസിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. 1 പത്രോസ് 5:8 അല്ലേ? 8 അവിടെ പറയുന്നത് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് നടക്കുക, അലറുന്ന സിംഹം. നമുക്കറിയാം പ്രതിയോഗിയായ പിശാച് ചെയ്യുന്നത് എന്താണ്? ഓരോരുത്തരെയും കുറിച്ച് അന്യായ രേഖ എഴുതി അത് പാസ്സാക്കി കൊണ്ടുവരാൻ നിൽക്കുക. ഇയ്യോബ് പറയാ, ആ രേഖ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കർത്താവിനോട് പറയും, ഇത്രയും രേഖ കിടക്കുക, എനിക്കെതിരെ ഇത്രയും പ്രശ്നം കിടക്കുക, ഈ രേഖ ഒന്ന് മായ്ച്ചു തരണം. നമുക്ക് വിരോധമായിരിക്കുന്ന രേഖയെ ക്രൂശിൽ തറച്ച് നീക്കിക്കളഞ്ഞ ദൈവത്തിന്റെ സ്നേഹം എന്ന് ഓർത്തേ. നമുക്ക് വിരോധമായി എഴുതിയ ചില കയ്യെഴുത്തുകളുണ്ട്. ഇതിനൊക്കെ ഒന്ന് മായ്ച്ചു കിട്ടണമെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞു പ്രാർത്ഥിപ്പാൻ ഇന്ന് വെളിപ്പാട് തരാൻ പോകുക. നമ്മുടെ പ്രതിയോഗി ഒന്ന് കണ്ടുപിടിക്കട്ടെ. നമ്മുടെ പ്രതിയോഗി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ചെയ്യുന്ന 5 കാര്യങ്ങൾ ആദ്യം പറയാൻ പോവുകയാണ്. വളരെ വേഗത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ വളരെ ആവശ്യമാണ്. പ്രതിയോഗി ചെയ്യുന്ന 1ാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ പറയുന്നത് ഇങ്ങനെയാണ്: 1 അന്യായ രേഖ എഴുതും. 1ാമത്തെ കാര്യം മനസ്സിലായി, അന്യായ രേഖ എഴുതും. അപ്പൊ സാത്താൻ എഴുതുന്നത് സംതിങ് എഗൻസ്റ്റ് യു, നിനക്കെതിരായിട്ടാണ് എഴുതുന്നത്, അന്യായമായത് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ നീ ഉന്നതയിലേക്ക് പോകരുത്, നിനക്കൊരു നന്മ ഉണ്ടാകരുത്, നിനക്കൊരു സ്വസ്ഥത അനുഭവിക്കാൻ പാടില്ല, നീ ജയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാ എഴുതുന്നത്. ഇതൊന്നും നമുക്ക് ജയം കിട്ടണം. 2ാമത്തെ നമുക്ക് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. വളരെ പരിചിതമായ വാക്യം. 1 ശമൂവേൽ 1:6. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ പുഷിപ്പിച്ചു. അപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നത് പ്രതിയോഗി ചെയ്യുന്ന അടുത്ത 2 കാര്യങ്ങളോട് പറയാം. എന്താ ചെയ്യുന്നത്? വ്യസനിപ്പിക്കും. പ്രതിയോഗി ഉണ്ടെങ്കിൽ നിനക്കൊരു വ്യസനം വരും. 2 മുഷിപ്പിക്കും. എന്ന് പറഞ്ഞാലും നോക്കിയേ, പ്രൊവോക്ക് ചെയ്യും, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചില വിഷയങ്ങൾ ഇറിറ്റേറ്റിംഗ് ആയിട്ട് വരിക. ഇനി ഒന്നും കൂടെ പറയാം, ഈ പ്രതിയോഗി എവിടെയാണെന്നറിയാമോ? അദൃശ്യമണ്ഡലത്തിലല്ല. ഇയ്യോബിനെതിരെ നിന്ന പ്രതിയോഗി അദൃശ്യമണ്ഡലത്തിൽ ദുഷ്ടസേനയായിരുന്നെങ്കിൽ ഇന്ന് ആ ദുഷ്ടസേന മറ്റൊരാളിൽ പ്രവർത്തിച്ച് നിന്റെ പ്രതിയോഗി ഇപ്പൊ എവിടെയാണെന്നറിയോ? നിന്റെ വീട്ടിലൊരു പ്രതിയോഗി വന്നിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിനകത്ത് നിനക്ക് മുഷിച്ചിലുണ്ടാക്കുക, സംസാരത്തിൽ കൂടെ മുഷിപ്പ് വരുത്തുക, നിന്റെ സംസാരത്തിൽ കൂടെ വ്യസനം വരുത്തുക, നിന്നെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥകളൊക്കെ കൊണ്ടുവരുന്ന ഒരു അന്യായ ശക്തിയുണ്ട്. അതാണ് ഈ പ്രതിയോഗി. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് പറയുക, ദൈവമക്കളെ, നിങ്ങൾ ഇനി അങ്ങനെ കിടക്കണ്ട. ഇത് ദൈവം മാറ്റാൻ പോവുക. നിനക്ക് വിഘ്നം മാറ്റാൻ പോവുക. നിനക്ക് ചുറ്റും ഒരു സ്വസ്ഥത തരാൻ പോവുക. ഈ അവസ്ഥകൾ നിന്റെ ചുറ്റും നിൽക്കുകയാണെങ്കിൽ നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. ഹന്ന ഇത്തരം അവസ്ഥ വന്നപ്പോ ഈ പ്രതികൂലത്തിൽ അവൾ ആശ്രയിച്ചത് എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെന്ന് അവൾക്കൊരു വിശ്വാസം വന്നു. എന്റെ സങ്കടം കേൾക്കുവാൻ ഒരാളുണ്ടെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ ആ തിരുനിവാസത്തിലേക്ക് അവൾ ഓടിക്കയറി. അവിടെ കയറി അവളെ ഹൃദയം പകർന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സങ്കടം പറഞ്ഞു എന്നർത്ഥം. ഇന്ന് തിരിച്ചറിഞ്ഞ് സങ്കടം പറയാനൊന്ന് തീരുമാനമെടുത്താൽ മതി. നിന്റെ പ്രതിയോഗി പിന്നെ വീണ്ടില്ല. നിന്നെ മുഷിപ്പിക്കുന്ന അവസ്ഥകൾക്ക് ഒരു പരിഹാരം വരും. നീ അത് ഓർത്ത് മനോവ്യസനത്തോടെ, ഓ സ്തോത്രം, എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ മുഷിപ്പും വ്യസനമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, എനിക്ക് ജീവിച്ചിരിക്കണ്ട. ഇത് കേൾക്കാനാ പിശാചിരിക്കുന്നത്. എനിക്കെങ്ങനെ ചത്താ മതി, മതിയായി, എന്തിനെങ്ങനെ ജീവിക്കണേ? അങ്ങ് കേസ് ചെയ്തുകൊണ്ടിരിക്കുക, സ്വയം ശപിച്ചുകൊണ്ടിരിക്കുക. ഈ അവസ്ഥ ജീവിതത്തിലുണ്ടെങ്കിൽ അർത്ഥം മനസ്സിലാക്കിയോ? നിനക്കൊരു പ്രതിയോഗിയുണ്ട്, നിനക്ക് ജയം പ്രാപിച്ചേ വെച്ചു. ഇല്ലെങ്കിൽ നിനക്ക് സ്വസ്ഥത കിട്ടില്ല. സ്വസ്ഥത വരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാ. എന്താ കാരണം? അവൻ നിന്റെ സങ്കടം കേൾക്കാൻ തയ്യാറാ. സങ്കടം കേൾക്കുന്നവനുണ്ട്. അവൻ സർവശക്തനാ. അവൻ ഉത്തരം നൽകാൻ തയ്യാറാ. നിന്റെ പ്രതിസന്ധിക്ക് കാരണം ദൈവത്തിന്റെ ഒരു ഇടപെടൽ കണ്ടിട്ടാ ഇവർ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പറയുന്നത് ഹന്നയുടെ ഗർഭം ആരടച്ചെന്നോ എഴുതിയിരിക്കുന്നത്? യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നോണ്ട്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തടഞ്ഞത് കണ്ടാൽ അതിനെ മുതലെടുക്കാൻ വേണ്ടിയാണ് പിശാച് വരുന്നത്. അത് പറഞ്ഞാൽ നിന്നെ വ്യസനിപ്പിക്കുന്നത്. നിനക്ക് വിദ്യാഭ്യാസമില്ലെന്നോ, നിനക്ക് സൗന്ദര്യമില്ലെന്നോ, ആരോഗ്യമില്ലെന്നോ, അല്ലെങ്കിൽ നീ ഒന്നിന് കൊള്ളില്ലെന്നോ, നിന്റെ സംസാരം കൊള്ളില്ലെന്നോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കും വ്യസനിപ്പിക്കാൻ പോകുന്നത്.
ഇതെല്ലാം ദൈവം താൽക്കാലികമായി തടഞ്ഞതാ. ഇതെല്ലാം നിനക്കുണ്ട്. നിനക്ക് ഒരു കുറവുമില്ല, ഒരു കുറവുമില്ല. വിശ്വാസത്തോടെ പറഞ്ഞോട്ടെ, എനിക്ക് ഒരു കുറവുമില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ സങ്കടത്തോടെ എൻ്റെ ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിച്ചാൽ എന്നെ കേൾക്കുന്ന എനിക്ക് ഉത്തരം നൽകുന്ന ഒരു സർവശക്തൻ ജീവിച്ചിരിക്കുന്നു. ഗ്ലോറി. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ 3-ാമത്തെ കാര്യം കാണാനായിട്ട് കഴിയും. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഹദദ് ചെയ്ത ദോഷം കൂടാതെ ഇവനും ശലോമോന്റെ കാലത്തൊക്കെയും ഇസ്രായേലിന് പ്രതിയോഗിയായിരുന്നു. അവൻ ഇസ്രായേലിനെ വെറുത്ത് അരാമിൽ രാജാവായിരുന്നു. അടുത്ത 2 പ്രത്യേകത ഞാൻ പറയാൻ പോവുക. അടുത്ത 2 എന്താണെന്നറിയോ? പ്രതിയോഗി ചെയ്യുന്നതിന് അടുത്ത 2 കാര്യം: ദോഷം ചെയ്യും. രണ്ടാമത് അതിൻ്റെ അടുത്തത് വെറുക്കും. അപ്പൊ പ്രതിയോഗി നിനക്ക് ദോഷം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്തോത്രം, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് വീട്ടിലല്ല പ്രതിയോഗി, ദേശത്തൊരു പ്രതിയോഗി. ഒന്നുകൂടെ പറഞ്ഞാൽ നീ ജോലി ചെയ്യുന്നിടത്തൊരു പ്രതിയോഗി, നിന്റെ പ്രവർത്തന മണ്ഡലത്തിലൊരു പ്രതിയോഗി. ചെയ്യുന്ന എന്താണെന്നറിയോ? നിനക്ക് ദോഷം ചെയ്യുക, നിന്നെ വെറുക്കുക, നിന്നെ കാണുന്ന അലർജി. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിനക്കൊരു പ്രതിയോഗി എഴുന്നേറ്റിട്ടുണ്ട്. ഇതിൽ നിന്ന് നിനക്ക് ജയം പ്രാപിച്ചു പറ്റും. ഇത് നീ കൊണ്ടു നടന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നേരത്തെ പറഞ്ഞ പോലെ മനോവിഷമം വരും, ഹൃദയം അങ്ങ് ക്ഷീണിച്ചു പോകും. അവസാനം നമ്മൾ പറയും എനിക്ക് മതിയായി എന്ന് പറയോ? നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഒരു ശത്രു നിന്ന് ഇതുപോലെ ദോഷം ചെയ്യുകയും വെല്ലുവിളിക്കുകയും വെറുക്കുകയും ചെയ്താൽ നമ്മൾ അറിയാതെ പോയി എവിടെ പോയിരിക്കുന്ന അറിയാമോ? അന്നയ്ക്ക് പ്രശ്നം വന്നപ്പോ, ദുഃഖം വന്നപ്പോൾ അവൾ ആലയത്തിൽ പോയിരുന്നു നിലവിളിച്ചു വയ്ക്കൽ. ഞാൻ പറയട്ടെ, ഈ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ അയൽക്കാരായിട്ട് ഇതുപോലെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലമുണ്ട്, അതിന്റെ പേരെ ചൂരച്ചെടി. മനസ്സിലായി? പെട്ടെന്ന് ക്ലിക്കായി എന്ന് വിചാരിക്കുക. ഏലിയാവ് ശക്തമായ ശുശ്രൂഷ ചെയ്യുന്ന ഏലിയാവ് ശരിയാണോ? പ്രതിയോഗി ഉണ്ടായിരുന്നോ? ഒന്ന് കിട്ടിയ വെറുക്കുന്ന ഒരു പ്രതിയോഗി. ഇസ്രായേല് വെറുക്കുക, കണ്ടാ വെട്ടി കൊല്ലും. ഒന്ന് കണ്ടു കിട്ടിയാൽ മതി. നാളെ ഈ നേരത്ത് അവന്റെ തല കാണില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ഒന്ന് പോരാടി നോക്ക്. നമ്മളും ചെന്നിരിക്കുകയുടെ ചൂരച്ചെട്ട് നടന്നില്ലേ? എന്നിട്ട് പറയും ഇപ്പൊ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. നമ്മൾ എത്ര വട്ടം പറഞ്ഞൊന്നും ചോദിച്ച്? ഇപ്പൊ നിങ്ങൾ മൗനമായിട്ടിരിക്കണമെങ്കിൽ എനിക്കറിയാം, ഇതൊക്കെ നമ്മൾ പലരും പറഞ്ഞതാ, പലവട്ടം പറഞ്ഞതാ. എന്നാൽ ഇനി പറയാതെ വണ്ണം ഒരു ജയം നമ്മുടെ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്. കാരണം ദൈവം നമ്മെ ഉപയോഗിക്കാൻ പോവുക. ഇവിടെ നിന്നൊരു ജയം ദൈവം തന്നു കഴിഞ്ഞാൽ നിന്നെ ഇന്ന് തട്ടി ഉണർത്തി കനലിൽ ചുട്ട് അളതരുവാൻ പോകുക. കനലിൽ ചുട്ട് അളരാൻ പോകുക. എന്തിനാണെന്നറിയോ? നിന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ച്, സ്തോത്രം, ആഹാബിന്റെ 7 കുതിരയെ കൂട്ടിയ രഥമക്ക് മുമ്പേ ഓടുവാൻ നടക്കുവോ? നടക്കുന്ന കാര്യമാണോ? യെസ്. ഓരോന്ന് പോകാൻ പറ്റുമോ? വിശുദ്ധ പർവ്വതത്തിലേക്ക് കയറാൻ പറ്റുമോ? നിന്നെ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുക. ഈ സിറ്റുവേഷൻ ഒന്ന് മാറ്റിത്തരുവാനായിട്ടാ ഈ കനലിൽ ചുട്ട അടയെന്ന് തരുന്നത്. ഇത് ചുട്ടെടുത്തതാ, അല്പം ചൂടുള്ള അടയാ. ഒന്ന് ഭക്ഷിക്കാൻ പറ്റുമോ? നിന്നെ തട്ടുപോകുന്ന ഉണരാൻ മനസ്സുണ്ടോ? ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. പത്രോസ് അത് വ്യക്തമായി പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അവിടേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ ഓടുവട്ടെ. അപ്പോ നമ്മുടെ നന്മയ്ക്കെതിരെ നിൽക്കുന്ന പ്രതിയോഗിയിൽ നിന്ന് ജയം പ്രാപിച്ചേ പറ്റൂ. എന്താ കാരണം? ഇല്ലെങ്കിൽ ഈ പ്രതിയോഗി നമ്മെ മൗനിയാക്കും. നിന്റെ ശുശ്രൂഷകൾ അവസാനിക്കും. കഴിഞ്ഞ നാളുകളിൽ ആത്മാർത്ഥമായി ആരാധിച്ചവർ, കഴിഞ്ഞ നാളുകളിൽ ആത്മാർത്ഥമായി പാടിയവർ, കഴിഞ്ഞ നാളുകളിൽ ആത്മാർത്ഥമായി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവിക വേലയ്ക്ക് വേണ്ടി നിന്നവർ ചില പ്രതിയോഗിയുടെ പ്രശ്നം കൊണ്ടാ ക്ഷീണിച്ചത്. അവർ ക്ഷീണിച്ചത്, മടുപ്പ് വന്നത്, ചൂരച്ചെടുത്ത് കടലിരിക്കുന്നതിന് കാരണം അറിയോ? നീ ഇരിക്കാനുള്ളവനല്ല, നീ എഴുന്നേറ്റ് ഓടേണ്ടവനാ. അതിനാണ് നിന്നെ തട്ടി ഉണർത്തുന്നത്. ഇന്ന് ഓടാൻ തയ്യാറാകാൻ പറ്റും. തീർന്നു കുടിക്കുക. ഈ അപ്പം നിന്നാൽ മാത്രം പോരാ, അവസാനം നമുക്കൊന്ന് കുടിക്കാനുണ്ട്. ആത്മീക പാനം ഒന്ന് ചെയ്ത് ആത്മനദികളിൽ നിന്നൊന്ന് കുടിച്ച് ആരാധിച്ച് ബലം പ്രാപിച്ച് എഴുന്നേറ്റ് പോകണം. വലിയ ജയം കിട്ടാൻ പോകുക. ദൈവമക്കളെ, ഈ വലിയ ജയത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങാമോ? ഒന്ന് ആത്മാവിനും ശക്തിപ്പെട്ട് ദൈവമക്കളെ ഒരു വലിയ സന്തോഷത്തോടെ ഇരുന്നാട്ടെ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. സദൃശവാക്യങ്ങൾ 18:17, പ്രോവർബ് വേഴ്സ് 18-17. തന്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാനെന്ന് തോന്നുന്നു, എന്നാൽ അവന്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും. പ്രതിയോഗി ചെയ്യുന്ന അടുത്ത കാര്യം പറയുക. എന്താ പ്രതിയോഗി ചെയ്യാൻ പോകുന്ന കാര്യം?
നിന്നെ പരിശോധിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ നിന്റെ കുറ്റം കുറവും കണ്ടുപിടിക്കാൻ നടക്കുക. കുറ്റം കുറവും കണ്ടുപിടിക്കാൻ നടക്കുക. അയ്യോ, എത്ര നന്നായി ഫുഡ് ഉണ്ടാക്കിയാലും എന്താ അവസാനം സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ. ഭക്ഷണം കഴിക്കുന്ന നേരത്തെ തീന്മേശയിൽ ഒരു ഭക്ഷണം, ഇത് നന്നായില്ല. സന്തോഷം പോയോ? സന്തോഷം പോയോ? നമ്മുടെ സഹോദരിമാരോട് ചോദിച്ചാൽ അറിയാം. അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് അതെല്ലാവരും സഹിക്കും. ഞാൻ സഹോദരിമാരെ ഓർത്ത് സന്തോഷിക്കുക, അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അവർ സഹിഷ്ണുത ഓർത്തിട്ട്, അവർ സഹനം ഓർത്ത് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ ഉദരത്തിലേറ്റുക, ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വായിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നത് പ്രതിസന്ധി എത്ര വലുതാണ്. അവർ ശാരീരികമായി ഉണ്ടാകുന്ന പ്രതിസന്ധി മുഴുവൻ സഹിക്കുക. ഒരു ദിവസവും 2 ദിവസമൊന്നുമല്ല, അടുത്ത 9 മാസം അവർ സഹിക്കുക. ആ സഹിച്ച് ആ കുഞ്ഞ് പുറത്തു വന്നപ്പോൾ അതെല്ലാവരും മറക്കാൻ തയ്യാറായി. അത് കഴിഞ്ഞ് ആ കുഞ്ഞ് തൻ്റെ കൂടെ വളരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റാതെ കിടന്ന് കഷ്ടപ്പെടുന്നു പോകും. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന അമ്മമാർ ഒരു 5 കിലോ ഉള്ളെങ്കിൽ പോലും നമുക്ക് എത്ര നേരം എടുത്തോണ്ട് നിൽക്കാൻ പറ്റും? നമ്മളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. എന്നാൽ സഹോദരിമാരും മണിക്കൂർ കണക്കിന് അതിനെ ഒക്കത്ത് വെച്ച് നടക്കുന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇതെല്ലാം അവർ സഹിക്കും. ഭയങ്കര സഹനശക്തി അവർക്ക്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അവരെ ഒന്ന് കുറ്റപ്പെടുത്തി നോക്ക്, സഹിക്കാൻ അവർക്ക് പറ്റില്ല. എല്ലാവരും മൗനമായി. എന്താ കാരണം എന്നറിയോ? സത്യം. അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർ വ്യസനിച്ചു പോകും, അവർ ക്ഷീണിച്ചു പോകും. ഇതിനെന്താ കാരണം എന്നറിയോ? ഒരു കുറ്റവും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുവാനായിട്ട് ചില അന്തരീക്ഷങ്ങൾ ഉണ്ടായി വരും. കാരണം ഒരു പ്രതിയോഗിയുടെ തിരിച്ചറിയുക. നിങ്ങൾ തിരിച്ചറിയുക, ഇത് പ്രതിയോഗിയുടെ പ്രശ്നമാണ്. എന്നെ കുറ്റം പറഞ്ഞവരുടെ കുഴപ്പമില്ല. അവര് പറയട്ടെ. അവരിലൂടെ വ്യാപരിച്ച ഒരു ദൂർത്തയന്ധകാരമുണ്ട്. അവരെ എന്നെ പ്രവോക്ക് ചെയ്യാൻ, സ്തോത്രം, എന്നെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു പ്രതിസന്ധി ഉണ്ടാക്കിയതാ. ഇതിൽ ഞാൻ ഇറിറ്റേറ്റഡ് ആകില്ല. ഞാൻ ഇതിന്റെ പേരിൽ വ്യസനിക്കാൻ പോകുന്നില്ല. എനിക്ക് ജയം കിട്ടേ പറ്റൂ. കാരണം എന്നെ ദൈവം എന്നെ വിളിച്ചത് സമാധാനം അനുഭവിക്കാനാണ്. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുണ്ടെങ്കിൽ മഹാസമാധാന അല്ലേ? സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെന്താ കാര്യം? ദൈവമക്കളെ, നമ്മുടെ ന്യായപ്രമാണത്തോട് നമുക്കൊരു പ്രിയം വരട്ടെ. ഈ വചനം നിങ്ങൾക്ക് അറിയുന്നറിയോ? സമാധാനം കൊണ്ടേ പോയേ പറ്റൂ. നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റില്ലെന്നേ. നമ്മുടെ കൃപയിലേക്ക് വിളിച്ചതെന്തിനറിയോ? ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിന് തരാൻ പറ്റില്ല. ഈ വിഷയത്തിൽ സമാധാനം തരുവാനായിട്ട് എൻ്റെ കർത്താവിനല്ലാതെ ആർക്കും കഴിയാതിരിക്കുമ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചേ പറ്റും. നമുക്ക് ചുറ്റും സ്വസ്ഥത വേണം. നമ്മുടെ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ പ്രതിയോഗിയുടെ തന്ത്രങ്ങൾ മുഴുവൻ നിർവീര്യമായി മാറണം. ഇതിൽ നിന്ന് ജയം കിട്ടേ പറ്റും. ഇനി മത്തായി 5:25 കർത്താവ് പറയുക, ഒരു വലിയ പ്രശ്നം പറയുക, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രശ്നം പറയുക. മാത്യു ചാപ്റ്റർ 5:25. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഇവിടെ കർത്താവ് പറയാ, ഒരു പ്രതിയോഗിയുണ്ട്. ഇത് വീട്ടിലും ദേശത്തും ജോലി സ്ഥലത്തൊന്നും അല്ല. ഇത് പ്രതിയോഗിയായിട്ട് പറയും. സഭയില് പ്രതിയോഗികൾ എഴുന്നേൽക്കുന്നു. പ്രതിയോഗി സഭയിൽ എഴുന്നേറ്റ നിങ്ങൾ വേഗത്തിൽ ക്രമീകരണം പ്രാപിച്ചോളൂ. നമുക്ക് സഭയിൽ കുഴപ്പമില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പറയാം. ഇല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്തേനെ. ഇത് എന്നെ കുത്തി പ്രസംഗിച്ചാന്ന് പറയും, എന്നെ ഭാരപ്പെടുത്തി എന്നെ നോക്കി പ്രസംഗിച്ചാന്ന് പറയും. എനിക്ക് വിഷമമൊന്നുമില്ല. ദേവദാസന്മാർ വചനം പ്രസംഗിക്കുമ്പോൾ ആർക്കെങ്കിലും കുത്തുകൊണ്ടോ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ആണോ? വചനം പ്രസംഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുത്തുകൊള്ളണം, കത്തണം. വചനം കേൾക്കുമ്പോൾ ഒന്ന് കത്തി ജ്വലിക്കാൻ പറ്റണം. അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ കുത്തുകൊണ്ട് അവർ മാനസാന്തരപ്പെട്ടു. അപ്പൊ ദൈവവചനം പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ക്രിയകളാ. അത് നടക്കുമ്പോഴേ ശുശ്രൂഷ വിജയിക്കുന്നുള്ളൂ. ഞാൻ ഒന്നും കൂടെ പറയാറുണ്ട്, ശുശ്രൂഷ ഏറ്റവും വിജയിക്കുന്ന എപ്പോഴാണെന്നറിയോ? ഒരാളെടുത്തുള്ളി കണ്ണുനീരൊഴുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിനെ 100 മാർക്ക് കൊടുക്കും. കാരണം എന്താണെന്നറിയോ? ദൈവ സാന്നിധ്യം ഇറങ്ങി അവരിൽ ഇടപെട്ടു. ഒരു തുള്ളി കണ്ണുനീർ ഇറങ്ങി വരുന്നത് കണ്ടാൽ എനിക്കറിയാം അത് ക്രിയ ചെയ്ത് കഴിഞ്ഞു. എത്ര കൈയടിച്ചാലും ആത്മാവിൽ ആരാധിച്ചാലും എനിക്ക് തൃപ്തി വരില്ല. അവിടെ എല്ലാ വിഷയം കിടക്കുന്നത് ഒരു തുള്ളി കണ്ണുനീർ ഇറങ്ങി വരുന്നത് കണ്ടാൽ മതി. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രസംഗം വിജയിച്ചിട്ടുള്ളൂ. അങ്ങനെ എനിക്കിവിടെ ഓർക്കുക, കർത്താവ് പറയുക, ദൈവസഭയിൽ പ്രതിയോഗി എഴുന്നേറ്റ് വരുന്നത്, വഴിയിലെ പ്രതിയോഗി. ഇത് പ്രശ്നം പറയാ, ഈ ദൈവസഭയിലെ പ്രതിയോഗിന് വഴി വെച്ച് കാണുമ്പോഴാണ് എല്ലാവരും ബുദ്ധിമുട്ട്. വഴി വെച്ച് കാണുമ്പോഴേ എന്നോട് പ്രശ്നം ഉണ്ടാക്കും.
സഭയിൽ പ്രശ്നം, പുറത്തിറങ്ങിയ പ്രശ്നം. ഇത് നീ വേഗത്തിൽ തീർത്തില്ലെങ്കിൽ ഇവരുടെ കുഴപ്പമെന്നറിയോ? ഇത്തരം പ്രതിയോഗികളുടെ പ്രശ്നം സഭയിൽ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ കഴിച്ചു കൊടുക്കും. നിന്നെ കോടതി കയറ്റിട്ട് ഞാൻ ഇറങ്ങും. ഇവിടെ ഒന്നും അത് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ആശ്വാസമുണ്ട്. നാട്ടിലാണെങ്കിൽ ഇത് ഇഷ്ടംപോലെ സഭകളിലുള്ള പ്രശ്നമാണ്. ഞാൻ കേസ് കൊടുത്ത് നിന്റെ കോടതി കയറ്റി, നിന്റെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടടങ്ങും. എന്നൊക്കെ കയറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഇത്തരം പ്രതിയോഗിക്ക് ദൈവസഭയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടുണ്ട്. എഴുതി കൊടുത്ത് പ്രതിയോഗിക്ക് എന്നെ കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കയറ്റിയാളെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്ററാ, ഒരു പാസ്റ്ററാ. ഒന്നാലോചിച്ച് നോക്കിയേ. അതിന് നല്ല പ്ലാൻ പദ്ധതി ഒപ്പിച്ചു. ശനിയാഴ്ച രാത്രി എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുക. എന്നാൽ ഞായറാഴ്ച രാവിലെ സഭായ നടത്താൻ ഞാൻ ഉണ്ടാവില്ല. എന്നെ അവിടെ പിടിച്ചിട്ട് പോലീസോടെ ഹോൾഡ് ചെയ്യണം. എന്നാ പദ്ധതി ഒന്ന് ഓർത്ത് നോക്കിയേ. ഞാൻ അറിഞ്ഞില്ല എങ്ങനെ പദ്ധതി ഒരുക്കണത്. അപ്പോഴാണ് മനസ്സിലായേ ദൈവസഭയിൽ പ്രതിയോഗി ഉണ്ടാകാം, ദൈവസഭയിൽ പ്രതിയോഗി ഉണ്ടാകാം. പക്ഷെ അറിഞ്ഞു കേട്ട് 10-15 വാസന്മാരെ ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു എൻ്റെ പിന്നാലെ. അവിടെ ചെന്നപ്പോഴോ ദൈവത്തിന്റെ ഇടപെടൽ നോക്കണം. SIനെ ദൈവം സ്ഥലം മാറ്റി ഒരു SIനെ പുതു കൊടുത്തു. അയാൾ പെന്തക്കോസ്തുകാരന്. സിറ്റുവേഷൻ മാറി നോക്ക്. അദ്ദേഹം എന്നോട് ക്ഷമ പറഞ്ഞിട്ട് പറഞ്ഞു, പൊക്ക മാസ്റ്റർ വെറുതെ പ്രതിയോഗി നിന്നെ എങ്ങനെയും ഒന്ന് തടയാൻ വേണ്ടി ഒരു പ്രസക്തി ഉണ്ടാക്കാൻ. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഇത്തരം കാര്യം വരുമ്പോ, ഈ പ്രതിയോഗി വരുമ്പോ നീ സൂക്ഷിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാമോ? സഭയിലെ പ്രതിയോഗി വലിയ പ്രശ്നമാണ്. എന്താ പ്രശ്നം അറിയോ? നീ ബന്ധനത്തിലായി പോകും. അതിന്റെ അന്വേഷണം നിങ്ങൾ മനസ്സിലാക്കുക. നീ ബന്ധനത്തിലായി പോകുന്നു. നിനക്ക് ആരാധിക്കാൻ പറ്റാണ്ട് വരും, കൈയടിക്കാൻ പറ്റാണ്ട് വരും, സന്തോഷിക്കാൻ പറ്റാണ്ട് വരും. നീ ബന്ധനത്തിലായി പോകും. എന്ത് പ്രശ്നം വന്നാലും കേസ് കൊടുക്കുന്നവൻ പറഞ്ഞോണ്ടിരിക്കണേ. ഇത് പറയുന്നതോട് സ്വസ്ഥത പോകില്ലേ? സ്വത്രം. അതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താ? പ്രതിയോഗി കൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവരോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രശ്നമാണ്. നിനക്ക് ആരോടെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ, ഒന്ന് അറിഞ്ഞാൽ, ഒരു കേസ് കൊടുക്കാൻ ഒരാൾ പോകുന്നുണ്ട്, ഒരാൾ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് അറിഞ്ഞാൽ നീ അതിനു മുമ്പേ പോയി അവരോട് പോയി നിരന്നോളാം. യാഗപീഠത്തിൽ ചിലപ്പോൾ യോഗത്തിന് വരുമ്പോഴാണ് മറ്റൊരാൾ പറഞ്ഞത്, സൂക്ഷിക്കണേ സിസ്റ്ററെ, അവർ നിന്നോട് അത്ര താല്പര്യത്തിലല്ല. ഓ സൂക്ഷിക്കണേ ബ്രദറെ, ആ ബ്രദർ നിങ്ങളോടായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നണേ എന്ന് പറഞ്ഞാൽ അതൊന്ന് നിങ്ങളൊന്ന് അറിഞ്ഞാൽ ഒട്ടനെ പോയി ഒന്ന് സംസാരിച്ച് നിൽക്കണം എന്ന് കർത്താവ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ പ്രതിയോഗി വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇത്തരം വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. പ്രതിയോഗിയിൽ നിന്ന് വെടിയിക്കപ്പെടാനുള്ള മാർഗങ്ങൾ പറയാം. ഇനി പ്രതിയോഗിയുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നില്ല. നമ്മൾ അനുഭവിക്കുന്ന പലതും തിരിച്ചറിയുന്നവർക്ക് അറിയാം. ഇതൊക്കെ പ്രതിയോഗി ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. നമുക്ക് ഇനി ജയം പ്രാപിക്കേണ്ട കാര്യം പറയാതെ എനിക്ക് ഈ മെസ്സേജ് അവസാനിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. ഞാൻ അവിടെ നിർത്തുക. ഇനി പ്രതിയോഗിയിൽ രക്ഷപ്പെടാനുള്ള മാർഗം വായിക്കാം. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 8-ാം വാക്യം മുതലൊന്ന് വായിക്കണം. ഐശയ്യാ ചാപ്റ്റർ 50 വേഴ്സ് 8. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്, എന്നോട് വാദിക്കുന്നവൻ ആർ? നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം. എന്റെ പ്രതിയോഗി ആർ? അവൻ ഇനി വരട്ടെ. വായിച്ചോ. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. എന്നെ കുറ്റം വിധിക്കുന്നവൻ ആർ? അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും, കുരു അവരെ തിന്നുകളയും. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. മതി. ഇവിടെ വായിക്കാൻ പ്രവചനം പറയാ. ഇന്നത്തെ ദൂത് പറയുന്നത് ശ്രദ്ധിക്കുന്ന ഭാഗം ഇതാ. ഏറ്റവും ശ്രദ്ധേയമായ വിഷയം ഇവിടെ കിടക്കുക. നിന്നെ നീതീകരിക്കുന്നവൻ. ഈ കുറ്റം പറഞ്ഞ് നേരത്തെ പറഞ്ഞല്ലോ. ഇതൊക്കെ പറയുമ്പോ നിന്നെ നീതീകരിക്കാൻ, മോളെ, മകളെ, മകനെ, നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയാം. വെറുതെ ശത്രു അവർ പോരാടി നിനക്കെതിരെ സംസാരിച്ചാന്ന് പറഞ്ഞിട്ട് നിന്നെ നീതീകരിക്കുന്നവൻ നിന്നോട് സംസാരിക്കുന്നുണ്ട്. ഒന്ന് കേട്ടെ. നിന്നെ നീതീകരിക്കുന്ന ഒരാളുണ്ട്. നിനക്ക് വേണ്ടി വാദിക്കുവാൻ ഒരാളുണ്ട്. എന്നിട്ട് പറയാ, പ്രതിയോഗി ആരാണെങ്കിലും ഇങ്ങ് വരട്ടെ. ഇനി ഈ പ്രതിയോഗി വരുമ്പോ, ഇന്ന് മുതൽ ഈ പ്രതിയോഗി വരുമ്പോ നിനക്കൊരു ജയം തരാൻ പോകുക. എങ്ങനെയാണ് ജയം തരാൻ പോകുന്നത്? ഇതാ യഹോവയായ കർത്താവ് നിന്നെ തുടയ്ക്കാൻ പോവുക. നിന്റെ ഈ പ്രശ്നം ഇന്ന് ദൈവസന്നിധിയിൽ നീ പറഞ്ഞതുകൊണ്ട്, ഇന്ന് മുതൽ നിന്റെ കർത്താവ് ഈ പ്രശ്നത്തിൽ നിന്ന് തുടയ്ക്കാൻ പോവുക. കർത്താവെ, എന്നെ തുടക്കണമേ. കർത്താവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുറന്നു നിൽക്കുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുറന്നു നിൽക്കുന്ന ദൈവമാണ്. നിന്റെ ഈ പ്രതിസന്ധിയിൽ നിനക്കുണ്ടാകുന്ന ഈ വിഘ്നവും നിനക്ക് ചുറ്റുമുണ്ടാകുന്ന ഈ അസ്വസ്ഥതകളും മാറ്റുവാൻ എന്റെ ദൈവം ഇത് തുറന്നു നിൽക്കാൻ പോകുക. എന്നിട്ട് പറയാ, നിന്നെ കുറ്റം വിധിക്കുന്നവരാരാ? ഈ കുറ്റം വിധിച്ചും പ്രതിയോഗിയായിട്ട് നിൽക്കുന്ന ഇവരൊക്കെ പോകാൻ പോകുന്ന എവിടേക്കാൾ നീ ഒന്ന് മനസ്സിലാക്കിയ നീ അവരെ കുറിച്ച് ദുഃഖിക്കില്ല. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം അവർ നരകത്തിൽ പോകാൻ പോവാ.
പുഴു അവർ തിന്നുകളയെന്ന് പറഞ്ഞ ഭാഷ മനസ്സിലായോ? അവർ നരകത്തിന് ടിക്കറ്റ് എടുത്തവരാ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മൃത്യു അവരെ മേയിക്കുന്നു. ഒന്നും കൂടെ പറഞ്ഞാൽ അന്ധകാര ശക്തി അവർ നയിക്കുന്നത് കൊണ്ടാ നിനക്കെതിരെ അവർ പ്രതിയോഗിയായി മാറിയിരിക്കുന്നത്. അവര് പോകുന്ന നരകത്തിലേക്കാ. നീ അവരുടെ കൂടെ നിന്നാൽ, അതിന്റെ പേരിൽ നീ ക്ഷീണിച്ചു പോയാൽ, ആരാധനയിൽ ബന്ധനപ്പെട്ട് ബന്ധനാവസ്ഥയിലായാൽ, പ്രതിയോഗി മൂലം നീ ബന്ധനത്തിലായി പോയാൽ, പ്രതിയോഗി മൂലം നീ നിരാശപ്പെട്ടു പോയാൽ, നിന്റെ പ്രതിസന്ധി മനസ്സിലായോ? നീ അവരുടെ കൂടെ നരകത്തിൽ പോകും. ഇത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറയാൻ പോവുക. ഒരു 6-7 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവാം. തീരില്ല, 5 മിനിറ്റിനുള്ളിൽ നിർത്താൻ പോവുക. എത്തിയെടുത്തെത്തട്ടെ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 10-ാം വാക്യം പറയുന്നത്, നിങ്ങൾ യഹോവയെ ഭയപ്പെടുകയും. അപ്പോൾ ഒന്നാമത് വേണ്ടത് അറിയോ? ദൈവത്തിലെ ഒരു ഭയം വേണം. ദൈവത്തെ ഭയപ്പെടുകയും. 2, അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കണം. ഇന്ന് ദൈവദാസൻ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. 1, ദൈവത്തെ ഭയപ്പെടണം. ഇത് സത്യമാണ്, ദൈവോചനമാണ്, ഇത് ഞാൻ അനുഭവിക്കുന്ന സത്യമാണ്. എനിക്ക് ജയം വേണമെന്ന് പറഞ്ഞു ദൈവസന്നിധിയിൽ ഒന്ന് വിനയപ്പെട്ട് ഭയത്തോടെ ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് തുണ നിൽക്കണമേ എന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവദാസന്റെ വാക്കൊന്ന് കേട്ടനുസരിക്കണം. അടുത്തതോടെ പറയുകയാണ്, യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കണം. യഹോവയുടെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലായി? എന്താ ഇതിന്റെ അർത്ഥം? യേശുവിന്റെ നാമത്തിൽ എനിക്കെതിരെ വാദിക്കുന്ന ദുഷ്ട അന്ധകാര വ്യാപാരമേ വിട്ടുപോ. ഇതാ അവന്റെ നാമത്തിൽ ആശ്രയിക്കാന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യമായിട്ട് പറയണം, കർത്താവേ, ഇന്ന് എന്നോട് പോരാടിയ ആ വ്യക്തിയല്ല ശാസിക്കുന്നത്, ആ വ്യക്തിയോട് പോരാടുന്ന ദുഷ്ട അന്ധകാര വ്യാപാരമേ യേശുവിന്റെ നാമത്താൽ അതിർ വിട്ടുപോ എന്ന് നിങ്ങൾ കൽപ്പിക്കണം. അതാണ് ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയിക്കുന്നത്. കാരണം ആ നാമത്തിന്റെ ശക്തി അത്ര വലുതാണ്. നിന്റെ വാക്കിൽ അത് ഹല്ലേലൂയ, രാജാതി രാജാവിന്റെ അധികാരം പ്രാപിച്ച നിങ്ങൾ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സിംഹക്കുട്ടികൾ അവരുടെ അധികാരം അവിടെ പുറത്തു വരുമ്പോ ആ ശക്തിയാൽ അത് ഓടിപ്പോവും. അവന്റെ ശാസ്ത്രിയാൽ തേരും കുതിരയൊക്കെ ഒന്ന് ഓടിപ്പോകുന്നത്. എത്ര വലിയ ശക്തിയായിട്ട് വന്നാലും അതെല്ലാം ഓടിപ്പോകുന്നത് ഈ ശാസ്ത്രയിലാണ്. നിസ്സാരമായി കാണല്ലേ? അന്ധകാര ദുഷ്ടശക്തി ശാസിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന് നിങ്ങൾ പറയണം. നമ്മൾ ഈ പരിഹാസം കേട്ടിരിക്കുക, നമ്മെ നശിപ്പിക്കുന്ന ചില പ്രസംഗങ്ങളുണ്ട്. എന്താ പറയാന്നറിയോ? നീ ആട്ടിയാലൊന്നും പിശാച് പോവില്ല, നീ ഒന്നും തുപ്പിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, നിന്റെ തുപ്പലം തെറിക്കാന്നല്ലാതെ ഈ ആട്ടും തുപ്പും കൊണ്ടൊന്നും പിശാച് പോവില്ല എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും പോവില്ല, സത്യ, അങ്ങനെയൊന്നും പോവില്ല. അതിനെവിടെ വാക്ക് പറഞ്ഞത്? നിന്റെ നാമത്തിൽ ആശ്രയിച്ച്. എല്ലാവർക്കും ഈ നാമം എടുക്കാൻ പറ്റും. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പറയും ശരിയാണ്. പൗലോസിനെ എനിക്കറിയാം, ഒരാൾ പറഞ്ഞില്ലേ, ദേശാന്തരികളായ നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നത്, ഭൂതഗ്രസ്തർക്ക് വേണ്ടി രോഗശാന്തി നടത്താൻ ശുശ്രൂഷ നടത്താൻ പോയതാ പുരോഹിതന്റെ മക്കള്. അപ്പൊ പറഞ്ഞെന്താ അറിയോ? എനിക്ക് പൗലോസിനെയൊക്കെ അറിയാം, കർത്താവിനെയൊക്കെ എനിക്ക് അറിയാം. നീ ആരാന്ന് ചോദിച്ചു ഒരെണ്ണം കൊടുത്തു. കാരണം അറിയോ? നീ എന്റെ നാമം എടുക്കാൻ തുനിഞ്ഞു എന്ന് പറയുന്നവര്. ഈ നാമം എടുക്കാനുള്ള ഒരു യോഗ്യത, മിനിമം യോഗ്യത നേടിയിട്ട് വേണം ഈ നാമം എടുത്ത് ഉപയോഗിക്കാൻ. ഇതാ നമുക്ക് പറ്റിയ പരാജയം. ശാസിച്ചിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്നതിന് കാരണം മനസ്സിലായോ? നാമം എടുക്കാനുള്ള മിനിമം യോഗ്യത. എങ്ങനെ? ദൈവത്തെ ഭയപ്പെട്ട് അവനിൽ ആശ്രയിക്കാത്തവന് നാമം എടുക്കാനുള്ള അവകാശമില്ലേ? ദൈവത്തെ ഭയപ്പെട്ട് അവനിൽ ആശ്രയിക്കാത്തവന് ആ നാമം എടുക്കാൻ അവകാശമില്ല. ഞാൻ വേഗത്തിൽ പോട്ടെ. 4-ാമത്തെ കാര്യം പറഞ്ഞത്, തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ഈ വിഷയത്തിന് വേറെ ആരുടെ അടുത്ത് പോയി ഒരു കാര്യം പറഞ്ഞു പോരുത്. ഇങ്ങനൊരു വിഷയം കേട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കരുതെന്ന്. മനസ്സിലായോ? ദൈവമക്കളെ, നമ്മുടെ സ്വഭാവം ഒന്ന് മാറ്റണം. എന്താ? എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ജോലിയിലൊരു സ്വസ്ഥത കിട്ടുന്നില്ല, വീട്ടിനകത്തൊരു സ്വസ്ഥതയില്ല, സഭയ്ക്കകത്തൊരു സ്വസ്ഥതയില്ല. കർത്താവേ, ഞാൻ ആകെ പ്രതിസന്ധിയിലായിരിക്കുന്നു പറഞ്ഞ് ആരുടെ സഹായം ചോദിക്കാൻ പോണ്ട. ഞാൻ ചാരാൻ പോകുക. സ്വീകരണ സഞ്ചാരി യേശുവിൽ ചാരേണ്ടത് എവിടെയാ? അങ്ങോട്ട് ചരിഞ്ഞോ? യോഹന്നാൻ മാറുടത്ത് ചാരിയ പോലെ ചാരിട്ടൊന്ന് പറ. എന്താ പറയണ്ടത്? എന്റെ സങ്കടം കേൾക്കുന്നവനോടുണ്ട്. ഇനി 1 പത്രോസ് 5:8-9 വാക്യം വായിക്കാൻ പോവാ. 1 പത്രോസ് 5:8-9. 1 Peter chapter 5 verse 8 and 9. നിർമ്മതരായിരിപ്പിൻ. അടുത്തത് എന്താ ചെയ്യേണ്ടത്? 5-ാമത്തെ കാര്യം. അവിടെ നിൽക്കട്ടെ, 2 കാര്യം പറയാം. അപ്പൊ 1 ഞാൻ പറഞ്ഞു, യഹോവയെ ഭയപ്പെടണം. 2 ദാസന്റെ വാക്ക് കേൾക്കണം. 3 തന്റെ നാമത്തിൽ ആശ്രയിക്കണം. 4 ചാരിക്കൊള്ളണം. 5 നിർമ്മതരായിരിക്കണം. 6 ഉണർന്നിരിപ്പിൻ. നിർമ്മതരായിരിപ്പിൻ, വിജിലന്റ് ആയിരിക്കണമെന്ന്. നമ്മൾ ഉറക്കം തൂങ്ങില്ലെന്ന്. ആത്മീക മണ്ഡലത്തിൽ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. നമ്മൾ ഹല്ലേലൂയ എറൈസ് ചെയ്യണം, ഒന്ന് എഴുന്നേക്കണം, ഉണരണം. ഒരു റിവൈവൽ വേണം.
ഇല്ലെങ്കിൽ എന്താ പറഞ്ഞേ? ഇതില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വീഴുകേണ്ടെന്ന് ചുറ്റി നടക്കുക, തിരഞ്ഞു ചുറ്റി നടക്കുക. നോക്കുക, ഈ നിർമ്മതരല്ലാതെ ആരാധന ശീലിച്ചു പോയവര്, ആത്മീകത്തിൽ മന്ദതയുള്ളവരായി ആത്മാവിൽ എരിവില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അവരെ നോക്കി നടക്കുന്ന ഒരു ദുഷ്ടന്തകാരൻ അവര് വിഴുങ്ങിക്കളയും. ഇതാ പ്രതിയോഗി ചെയ്യാൻ പോകുന്ന കാര്യം. അതിന് ഇടം കൊടുക്കരുത്. എന്നിട്ട് അവിടെ പറയാ, അടുത്ത വാക്യം, 9-ാമത്തെ വാക്യം, ലോകത്തിൽ നിങ്ങൾക്കുള്ള സൗരവർഗത്തിന് ആ വക പങ്കപ്പാടുകൾ കഷ്ടങ്ങൾ തന്നെ പൂർത്തിയായി വരുന്നത് എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയട്ടെ, വിശ്വാസത്തിൽ. അത് വിശ്വാസത്തിൽ. അപ്പൊ പിശാചിന്റെ പ്രശ്നം മനസ്സിലായി. പ്രതിയോഗി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായി. നിന്റെ വിശ്വാസത്തിലെ സ്ഥിരത നഷ്ടപ്പെടുത്തുക. കഴിഞ്ഞ നാളുകളിൽ നീ സ്ട്രോങ് ആയിരുന്നു, ഇപ്പൊ നിനക്കൊരു ലേശം ക്ഷീണം വന്നിട്ടുണ്ട്. ലേശമാണോ അധികമാണോ? ഒന്ന് മടങ്ങി വരണം. ഇല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ വിഴുങ്ങിക്കളയും. പ്രതിയോഗി വിഴുങ്ങിക്കളയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്താ കർത്താവ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ആദ്യം വായിച്ച വാക്യം, 2-ാമത്തെ വാക്യം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു വിഘ്നവും ഇല്ല, ഒരു പ്രതിയോഗിയില്ല, ചുറ്റും സ്വസ്ഥത. ഇത് ദൈവം തരാൻ പോവുക. കർത്താവേ, എനിക്ക് ഇന്ന് തൊട്ട് ഒരു ജയം ആവശ്യപ്പെടുക. എന്റെ ചുറ്റും ഒരു സ്വസ്ഥത ലഭിച്ച് പ്രതിയോഗി എനിക്ക് ഇല്ലെങ്കിൽ ഇനി എനിക്ക് പ്രതിയോഗി ഇല്ല എന്ന് പറയത്തോട്ടെ. പ്രതിയോഗിയെ നീക്കിക്കളയുന്ന ദൈവകൃപയായിരിക്കട്ടെ. എല്ലാവരും ആത്മകംശം ദൈവത്തെ ആരാധിക്കട്ടെ. ആത്മാവിന്റെ ബലം ഒന്ന് ഏറ്റെടുത്താട്ടെ. ദൈവശക്തി ദൈവശക്തി ദൈവശക്തി. കൃപ